തൃശൂരിൽ നാട്ടികയിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയത് മദ്യലഹരിയിൽ ആളുകൾ ഓടിച്ച ഒരു വാഹനമാണ് എന്നുള്ളതാണ്. വണ്ടി ഓടിച്ചിരുന്ന ക്ലീനർക്ക് ലൈസൻസും ഉണ്ടായിരുന്നില്ല. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളാണ് ഈ അപകടത്തിനിടയായത്. 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അപകടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തിന് വഴിവെച്ച് ലോറി കടന്നുപോകുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ദൃശ്യങ്ങൾ. ഡ്രൈവറെ നാട്ടുകാർ പിടിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. 4 മണിക്ക് അവിടെ എല്ലാവരും കിടക്കുമായിരുന്നു. അപ്പോൾ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കുറച്ചുകൂടി വിട്ടുവിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു വണ്ടി നമ്മൾ റോഡ് അപ്പുറത്തായിട്ട് ഇയാൾ എന്താക്കി അതിൽ കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ കുടിച്ച ശേഷം ഇയാൾ അപ്പുറത്തുകൂടെ വന്നിട്ട് ആ മതിൽ പൊട്ടിച്ച് ഞങ്ങളുടെ നേർക്കാർ വന്ന ഇയാൾ വന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ചേട്ടനെ ചേച്ചിനെ എല്ലാം അവിടെ നിന്ന് അതിൽ ഇടിച്ചിട്ട് എല്ലാ ശേഷം വന്ന് എല്ലാം ഇടിച്ചും ആ കുട്ടീനെ വരെ ഇടിച്ച് ശേഷം പിന്നെ പോയി മുന്നിൽ പോയിട്ട് പിന്നെ റിട്ടേൺ വന്ന് പിന്നെ ഇടിച്ച് ലോറി വന്ന് കയറിയപ്പോൾ എനിക്കൊന്നും അറിഞ്ഞില്ല. ഞാൻ ലാസ്റ്റായിരുന്നു കിടന്നായിരുന്നു. പക്ഷേ ഞങ്ങളുടെ മേത്ത് കയറാൻ വന്നായിരുന്നു. ഞങ്ങൾ മാറി കയറപ്പോൾ എണിച്ച് നോക്കപ്പോൾ ഇങ്ങനെയാണ് കുട്ടികൾ വരനായിട്ട് കിടക്കണത്. എൻ്റെ മോന് എൻ്റെ ജീവാകുട്ടി എൻ്റെ അനിയത്തിക്ക് ഭയങ്കര പരിക്കാണ്. പിന്നെ എന്റെ ചേട്ട മരിച്ചു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നേരത്തെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ സംസാരിക്കുമ്പോഴും പറയുന്നുണ്ട് 100-600 മീറ്ററിന് അപ്പുറത്ത് വെച്ച് നാട്ടുകാരാണ് ഈ വാഹനം നിർത്തിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ 5 പേരുടെ ജീവൻ എടുത്തിട്ടുള്ള യാത്ര വീണ്ടും തുടർന്നു പോകുന്ന സാഹചര്യമായിരുന്നു. പുറത്തു വന്ന ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ലിഷോയ്? അതായത് ഈ വാഹനം ഇടിച്ചതിന് ശേഷം വീണ്ടും മുന്നോട്ട് വാഹനവുമായി ഈ സംഘം പോവുകയാണ് ചെയ്തത്. പക്ഷേ ആ പോയ സമയത്ത് ഈ വഴി അവിടെ അവസാനിക്കുന്നു. അതിനാൽ തന്നെ മുന്നോട്ടേക്ക് ഈ ലോറിയുമായി പോകാൻ കഴിയാതെ വന്നു. അപ്പോഴേക്കും ഇവിടെ നാട്ടുകാർ ഓടിക്കൂടി ഡ്രൈവറെയും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ക്ലീനറെയും അവർ പിടിച്ചു വെക്കുകയാണ് ഉണ്ടായത്. ഈ സ്ഥലത്ത് ഈ വാഹനങ്ങൾ സാധാരണഗതിയിൽ തിരിഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ തിരിഞ്ഞു പോകുന്നതിന് പകരം ഈ മദ്യപിച്ച് ഓടിച്ചിരുന്ന ഈ ട്രക്ക് അത് നേരെ അവിടെ വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ തകർത്ത് മുന്നോട്ട് വരികയായിരുന്നു. ഈ കാണുന്ന ഈ സ്ഥലത്ത് ഏകദേശം 12ഓളം പേരാണ് നാടോടി സംഘത്തിലെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നത്. അവരുടെ തന്നെ വാക്കിൽ നിന്ന് കേട്ടാൽ അവർ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ആ വാഹനം അവർക്കിടയിലേക്ക് പാഞ്ഞു കയറി. ഉണർന്ന ചില ആളുകൾ അപ്പോഴേക്കും മാറി. അങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്. പക്ഷേ കൂടുതൽ ആളുകൾക്കും ഉറക്കത്തിൽ വെച്ച് തന്നെ അവരുടെ ദേഹത്തുകൂടെ വാഹനം കയറുകയാണ് ഉണ്ടായത്. ഈ വാഹനം ഇടിച്ച ശേഷം പിന്നീട് മുന്നോട്ടേക്ക് തന്നെ ഈ വാഹനം ഓടിച്ചുകൊണ്ട് അവർ പോവുകയായിരുന്നു. ആദ്യം അവർ വിചാരിച്ചത് നേരെ പോയി കഴിഞ്ഞാൽ പിന്നീട് വാഹനം നിർത്താതെ അങ്ങ് പോകാമെന്നായിരുന്നു. പക്ഷേ ആ നിർത്താതെ മുന്നോട്ടേക്ക് വാഹനം അധിക ദൂരം പോകാൻ കഴിയില്ല. ഏകദേശം 600 മീറ്ററിനപ്പുറം അവിടെ ദേശീയപാതയുടെ പണി നടക്കുന്നതിനാൽ തന്നെ അവിടെ റോഡ് ബ്ലോക്കായിരുന്നു. അവിടെ റോഡ് ബ്ലോക്കായതിനാലാണ് ഈ വാഹനവുമായി മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നത്. ഈ ഇടിച്ച സ്ഥലത്ത് CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ CCTV ക്യാമറകളോ ഒന്നും തന്നെ കൃത്യമായി ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇടിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നെങ്കിൽ ആ വാഹനം പിന്നീട് കണ്ടെത്താൻ അല്പം സമയമെടുക്കുമായിരുന്നു. മാത്രമല്ല ഈ ഭാഗത്ത് സാധാരണഗതിയിൽ ആളുകളൊന്നും തന്നെ ഉണ്ടാകാറില്ല. ഇന്നിപ്പോൾ തൃപ്രയാർ ഏകാദശി ആയതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ഈ പരിസരത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഇടിച്ച ഉടനെ തന്നെ വാഹനത്തെ തടഞ്ഞു വെക്കാനും ഉള്ളിലുണ്ടായിരുന്നവരെ പിടിച്ച് പുറത്തിറക്കാനും എല്ലാം തന്നെ ആളുകൾക്ക് കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ നമുക്ക് 2 CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഈ വാഹനം ഇവിടെ നിന്നും ഇടിച്ച ശേഷം മുന്നോട്ടേക്ക് പോകുന്നതും അതിനുശേഷം കുറച്ച് നീങ്ങി, അതായത് ഏകദേശം ഒരു 500-600 മീറ്റർ അപ്പുറത്താണ് ഈ വാഹനം പിന്നീട് നിർത്തിയിട്ടിരിക്കുന്നത്. ആ നിർത്തിയ സ്ഥലത്ത് വെച്ച് ഈ വാഹനത്തിന്റെ ഡ്രൈവറെയും ക്ലീനറെയും നാട്ടുകാർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് മാറ്റി കൊണ്ടുപോകുന്നത്. അവസാനം ഈ വണ്ടി പോകുന്ന ദൃശ്യങ്ങളിൽ അത്ര വേഗത്തിലല്ല എന്നാണ് തോന്നുന്നത്. ഇത് അവർക്ക് ഈ അപകടം നടന്നുവെന്ന് മനസ്സിലാവുകയെങ്കിലും ചെയ്തിരുന്നോ, അതോ നാട്ടുകാർ ഇടപെട്ടതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ വാഹനം മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയില്ലാതിരുന്നതുകൊണ്ട് മാത്രം നിർത്തിയതാണോ? ഈ നാട്ടുകാർ ഇടപെട്ട് പിടിച്ചപ്പോഴാണോ ഇങ്ങനെയൊക്കെ ദുരന്തമുണ്ടാക്കിയാണ് താങ്കൾ പോകുന്നതെന്ന് ഇവർക്ക് മനസ്സിലായത്?
അല്ല, അതിനു മുൻപേ തന്നെ ഈ അപകടം നടന്നതിന് ശേഷം ഉടനെ തന്നെ അവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണ് വാഹനം അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ. ഇത് ആദ്യഘട്ടത്തിൽ വേഗത കുറവായത് മറ്റൊന്നുമല്ല, വാഹനത്തിൽ ഫുൾ ലോഡായിരുന്നു. 3 ടണ്ണിലധികം ലോഡ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വേഗത്തിൽ ആ വാഹനം എടുത്തു പോകാൻ കഴിയാതിരുന്നത്. പിന്നീട് ഇവിടെ നിന്നും അല്പസമയം മാറി അല്പസമയം മുന്നോട്ടേക്ക് വാഹനം പോയി. അപ്പോഴേക്കുമാണ് പിന്നീട് അവിടെയും രക്ഷപ്പെടാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായത്. പിന്നീടാണ് അവിടെ വാഹനം നിർത്തിയത്. അങ്ങനെയാണ് ആളുകൾ എല്ലാവരും വന്ന് അവരെ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കുകയും അവിടെ നിന്ന് പിന്നീട് പോലീസിനെ ഏൽപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇവർ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. വാഹനം ഇടിച്ചത് തങ്ങൾ അറിഞ്ഞുവെന്ന് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. മദ്യപിച്ചിരുന്നതായും കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. അവരുടെ വൈദ്യപരിശോധനയിൽ മദ്യപിച്ചതിന്റെ തെളിവുകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കൂടാതെ ഈ പൊന്നാനിയിൽ വെച്ചാണ് ഡ്രൈവറായിരുന്ന, അതായത് ഈ അപകടത്തിൽ ശരിക്കും ഡ്രൈവർ അല്ല വാഹനം, ഈ വാഹനത്തിന്റെ യഥാർത്ഥ ഡ്രൈവർ അല്ല വാഹനം ഓടിച്ചിരുന്നത്. അതിലുണ്ടായിരുന്ന ക്ലീനർ അലക്സ് ആണ് വാഹനം ഓടിച്ചിരുന്നത്. ആ ഡ്രൈവർ പൊന്നാനിയിൽ വെച്ച് മദ്യപിച്ച് വാഹനം ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയായപ്പോൾ ഈ ക്ലീനർ അലക്സിന് വാഹനം കൈമാറുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അവിടെ നിന്ന് പൊന്നാനിയിൽ നിന്ന് ഭാരവാഹനം ഇത്രയും ദൂരം പൊന്നാനി മുതൽ ഈ അപകടം നടന്ന സ്ഥലം മുതൽ ഓടിച്ചു വന്നിട്ടാണ് ഈ 5 പേരുടെ ജീവൻ എടുത്തുകൊണ്ട് പോയത്. എന്തൊരു വലിയ അനാസ്ഥയും എന്തൊരു വലിയ അനീതിയുമാണ്. എന്തായാലും പോലീസ് വേഗത്തിൽ തന്നെ നടപടികൾ എടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും പിടികൂടാൻ കഴിഞ്ഞത് ഭാഗ്യമായി.